ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ എനിക്ക് ചെറിയ തുമ്മലും ജലദോഷമൊക്കെ ഉണ്ട്. അതും വെച്ചുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തിരുവോണത്തിൻ്റെ പിറ്റേൻ്റെ ദിവസം, ചതയം ദിവസത്തിൽ ഞങ്ങളെല്ലാവരും എൻ്റെ അമ്മ വീട്ടിൽ ഒത്തുകൂടി. അമ്മയുടെ കൊച്ചച്ഛൻ്റെ വീട് നടുക്കാണ് കേട്ടോ. കൊച്ചച്ഛൻ്റെ വീട്, അതായത് കുറേ വീടുകൾ ഉള്ളതിൽ നടുക്കായിട്ട് ഉള്ള വീട്ടിലാണ് എല്ലാവരും എപ്പോഴും വരുമ്പോൾ കൂടിച്ചേരാറ് എന്തെങ്കിലും പരിപാടി വെക്കാനൊക്കെ. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഈ ദിവസം അത്യാവശ്യം ഒരു നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നോട്ടീസൊക്കെ ഇറക്കി. അതായത് ഓരോരോ നടപടിക്രമത്തിൽ ഉച്ചവരെ പൂക്കള മത്സരമില്ല, ഒരു പൂക്കളം ഇടും, കായിക മത്സരങ്ങൾ, ഉച്ചയ്ക്ക് ശേഷം ചെറിയ കലാപരിപാടികളൊക്കെ വെച്ച് നോട്ടീസൊക്കെ ഇറക്കി ഒരു പരിപാടിയായിട്ട് ഒരു എമൗണ്ടൊക്കെ എല്ലാവരും ഇട്ട് കളക്ട് ചെയ്ത് ഒരു നല്ലൊരു പരിപാടിയായിട്ട് ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ ഇതിനിടയിൽ എനിക്കുൾപ്പെടെ 1-2 പേർക്ക് നമ്മുടെ അമ്മ വീട്ടിലെ കുടുംബത്തിലുള്ള കുറേ പേർക്ക് ആശുപത്രി കേസ് വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആവേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു സങ്കടവും ദുഃഖമൊക്കെ ആയതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആ ദിവസം ഈ പറഞ്ഞ പോലെ ഈ പരിപാടി വെച്ചിരുന്ന ദിവസം 7-ാം തീയതി, സെപ്റ്റംബർ 7-ാം തീയതി നമുക്കൊന്ന് ഒത്തുകൂടാം എന്ന് തീരുമാനിച്ചു എല്ലാവരും ചേർന്ന്. അങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു സദ്യ എല്ലാവരും കഴിച്ച് പിരിയാം, പറ്റുമെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്ന വല്ല പാട്ടോ അങ്ങനെയൊക്കെ ഒപ്പിക്കാം എന്ന് പറഞ്ഞ് കൂടിയതാണ്. എൻ്റെ അമ്മയുടെ അമ്മ വീട്, അമ്മയുടെ ആങ്ങളമാർ, ചിറ്റയും മക്കൾ ഒക്കെ വന്നു, ഭർത്താവ് വന്നു, ആങ്ങളമാർ 2 പേരുടെ ഫാമിലി, അതുപോലെ തന്നെ അമ്മയുടെ കൊച്ചച്ഛന്മാരുടെ വീടുകളും ആണ്. അതിലൊരു കൊച്ചച്ഛൻ്റെ വീടാണിത്. അപ്പം അമ്മയുടെ കൊച്ചച്ഛന്മാരുടെ വീട്ടിലുള്ള മക്കളും മരുമക്കളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചച്ഛനും ഭാര്യയും കുഞ്ഞമ്മമാരൊക്കെ ഇപ്പം മരിച്ചു പോയി. അതൊക്കെ എല്ലാവർക്കും ഒരു വിഷമമാണ്. എന്നാലും ഇപ്പം ഈ വീട്ടിലെ കുഞ്ഞമ്മ, അമ്മയുടെ കൊച്ചച്ഛൻ്റെ ഭാര്യ മരിച്ചിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വലിയ കെങ്കേമായിട്ടൊന്നുമല്ല, പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒരു ഓണത്തിന് ഒത്തുകൂടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ഒന്ന് കൂടാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അത് വലിയൊരു പരിപാടി അല്ല, അത്യാവശ്യം വലിയൊരു പരിപാടി വെച്ചിട്ട് അത് നടന്നില്ല. അപ്പോൾ നടത്തണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് അന്ന് ഒത്തുകൂടി. അപ്പോൾ മൂത്ത മാമനും ആൻറ്റിയൊക്കെയാണ് കൂടുതലും ഇതിന് എമൗണ്ട്, അതിലേക്ക് കൂടുതലും ഈ ഒരു ഫുഡിൻ്റെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്തത്. പിന്നെ ഈ വീട്ടിലെ ചിറ്റയും ഒക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കായിക പരിപാടികൾ, അതായത് സുന്ദരിക്കൊരു പൊട്ടുകുത്തൽ, അതുപോലെ ഞാൻ ആ പടം പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പടം വരച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അയൽപക്കത്തെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെയൊക്കെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവായിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ സുന്ദരിക്കൊരു പൊട്ടുകുത്തൽ, കസേര കളി, അതുപോലെ നാടൻ പാട്ട്, പിന്നെ അല്ലാണ്ടുള്ള പാട്ടുകൾ എല്ലാവരും ചേർന്ന് പാടുകയും ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുകയും സ്പൂൺ റൈസ് അങ്ങനെയുള്ള ഇതൊക്കെ, ഓണപ്പാട്ടുകൾ പാടുക, ഓണക്കളി കളിക്കുക, അങ്ങനെയൊക്കെ എല്ലാവരും ചേർന്ന് ചെയ്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തേക്ക് സെപ്റ്റംബർ 7-ാം തീയതിക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന വലിയൊരു പരിപാടിയുടെ ഒരു 50% അന്നുണ്ടായി എന്ന് തന്നെ പറയാം. 50-ലേറെ ശതമാനം അന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു പവർ, ആ ഒരു വൈബ് അവിടെ ഉണ്ടായിരുന്നു. കാരണം സ്റ്റേജ് കെട്ടി ഞങ്ങൾ ഡാൻസ് എല്ലാം പഠിച്ചിട്ട് കളിക്കുകയൊന്നും അല്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒത്തുകൂടി ആ ഒരു വൈബ് അവിടെ ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നറിയാം അന്ന് എല്ലാവരും കൂടുമ്പോൾ. അപ്പോൾ നമ്മൾ കുടുംബങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടികളും ഇതൊക്കെ വെച്ചപ്പോഴേക്കും എല്ലാവർക്കും ഒരു ഹാപ്പിയായി. പിന്നെ കുട്ടികളെല്ലാവരും ഊണ് കഴിക്കുന്നു, അത് കഴിഞ്ഞ് വലിയവരിയ്ക്കുന്നു, അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു സന്തോഷമായിരുന്നു. പിന്നെ പാട്ടൊക്കെ വെച്ച് തുള്ളി. അങ്ങനെ അന്ന് ഒരുവിധം രാത്രിയായിട്ട് ഊബർ ഓട്ടോ വിളിച്ചിട്ടാണ് അന്ന് പോകുന്നത്. അന്ന് കിടന്ന് പിറ്റേ ദിവസം ജോലിക്ക് പോകണം. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാവരും ജോലിക്ക് പോകുന്നവരായതുകൊണ്ട് അന്ന് തന്നെ രാത്രി എല്ലാവരും പോകുന്നു. അപ്പോൾ കസേരകളി ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ നടത്തി. ഞങ്ങളെല്ലാവരും ചെയ്തായിരുന്നു കേട്ടോ. ഇതൊക്കെ മാമന്മാരുടെ മക്കളാണ്, മാമന്മാരുടെ മക്കളും ചിറ്റയുടെ മക്കളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രസമായിരുന്നു എന്ന് പറയുകയും ചെയ്തേ. വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഞങ്ങളുടെ സമുദായത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കാറുണ്ട്. അതാണ് സ്പൂൺ റേസിൽ എൻ്റെ അമ്മയാണ് കേട്ടോ ജയിച്ചത്. അമ്മ സ്ലോവിൽ വന്നിട്ട് ജയിച്ചു. ഞങ്ങൾ മുന്നേ ഓടി വന്നപ്പോൾ ഞങ്ങളുടെ നാരങ്ങയൊക്കെ പോയി. പിന്നെ ഇതിൽ ജയിച്ചത് ആരാണ്? അഞ്ചുമ്മ, എൻ്റെ ചിറ്റയുടെ ഇളയ മോള്, ഒരു ചിറ്റയുടെ ഇളയ മോള്. പിന്നെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് രസമായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ യൂട്യൂബിലേക്കൊന്ന് ഷെയർ ചെയ്തിടുന്നതാണ് കേട്ടോ.
അപ്പം അനിയത്തിയുടെ കുഞ്ഞാണ് ഇവാൻ കുഞ്ഞ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പിള്ളേർ പാട്ട് പാടുന്നു. ഞങ്ങളെല്ലാവരും അത് ആസ്വദിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. രസകരമായിട്ട് പോയി. പിന്നെ എല്ലാവരും ചേർന്നിട്ട് ഫൈനലി ഓണക്കളിപ്പാട്ടൊക്കെ പാടി വട്ടം ചുറ്റി ഓണക്കളിയൊക്കെ പാടി ഒരു എന്താ പറയുക സൂപ്പറായിട്ട് തന്നെ നമുക്കതൊരു ഇതിങ്ങനെ ക്രോപ്പ് ചെയ്തു പോയി. അതുകൊണ്ട് തന്നെയൊന്നും ഞാൻ എൻ്റെ പകുതിയേ കാണുള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു വൈബ് അടിപൊളിയായിരുന്നു.